Lina Joby. Again, welcome back to Soran Spicy. Soran Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് ഇട്ട് വരട്ടിയ മുട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ മുട്ട വരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 മുട്ട വേവിച്ചിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ ഒരു 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി വേണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഞാനിവിടെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് മുട്ട വരട്ടിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ മുട്ട വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മുട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു മീഡിയം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ല മിക്സായിട്ട് വന്നിട്ട് മഞ്ഞൾപ്പൊടിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട വെച്ച് കൊടുക്കാം. മുട്ട ഞാൻ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് തന്നെ ഈ സൈഡ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോഴേക്ക് അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് ഒരു 2 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറിയിലോട്ട് മുട്ട ചേർക്കുമ്പോൾ മുട്ടയുടെ ഉണ്ണി പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൈഡ് നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റാം. അപ്പോൾ ഫ്രൈ ചെയ്ത എല്ലാ മുട്ടയും ഞാൻ ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് തന്നെ ബാലൻസ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഓൾറെഡി മുട്ട ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതിയാവും. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള വഴന്ന് വന്നിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സവോള വഴന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നോളും. അപ്പോൾ നമ്മൾ തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഒരു 5-6 മിനിറ്റ് കൂടെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർക്കാനുള്ളൂ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് മിക്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതുകൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സവോളയും മസാല എല്ലാം കൂടെ നല്ല മിക്സായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയെല്ലാം ഞാൻ ഇതിനകത്തോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മീതേക്ക് ആ മസാലയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ആ മുട്ടയുമ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക. എല്ലാ മുട്ടയും ആ മസാല വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ മുട്ടയും ഞാൻ മസാല വെച്ചൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ ഇങ്ങനെ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ മുട്ടയുമ്പോൾ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കൂടെ ഒരല്പം കറിവേപ്പില കൂടി ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.